5-6 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിപ്പോൾ. നമ്മളെ വീടും പേരുടെ എല്ലാം പണയം വെച്ചാണ് ഈ ഒരു അവസ്ഥയിലാണ് മൊത്തത്തിൽ. 35-40 ആളുകൾ ജോലി ചെയ്യുന്ന പ്രസ്ഥാനമായത്. 1000 രൂപ 6 കിലോ അരിയും അവർ തന്നു. വരുമാനങ്ങളില്ല, എന്നിട്ട് പോലും ഒരുത്തരം തിരിഞ്ഞു നോക്കുന്നില്ല. ബഹുമാനപ്പെട്ട വർക്കലയുടെ MLA അഡ്വക്കേറ്റ് വി ജോയ് അങ്ങയുടെ ശ്രദ്ധയിലേക്കാണ് ഞങ്ങൾ ഈ ഒരു വാർത്ത എത്തിക്കുന്നത്. വർക്കലയുടെ തീരദേശ മേഖല, അതായത് നമ്മുടെ തീരദേശത്തിന്റെ സൈന്യം എന്നൊക്കെ ഒരു സമയത്ത് വിശേഷിപ്പിച്ച 2018 ഒരു പ്രളയം ഉണ്ടായപ്പോൾ ഇവരൊക്കെ തീരദേശത്തിന്റെ സൈന്യമായിരുന്നു. അന്ന് ഇവിടുത്തെ സർക്കാർ കൊട്ടിഘോഷിച്ച് പറഞ്ഞു ഇവർ തീരദേശത്തിന്റെ സൈന്യമാണ്. ആ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്ന് അവർ ഇന്ന് അനുഭവിക്കുന്ന വേദനയും ബുദ്ധിമുട്ടും ഇത് നേരിട്ട് കാണേണ്ടതാണ്. ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് വി ജോയ് അങ്ങയുടെ ശ്രദ്ധയിലേക്കാണ് ഞങ്ങൾ ഈ വാർത്ത കൊണ്ടുവരുന്നത്. ഇവർ വറുതിയിലാണല്ലേ? നിങ്ങളുടെ ഈ ഒരു അവസ്ഥ വളരെ ദയനീയമാണല്ലേ? അതായത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം, ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമല്ലേ ഉണ്ടായിരിക്കുന്നത്? ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമല്ലേ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായിട്ടും ശേഷം ഒരു 10-35 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് സത്യം. പക്ഷെ നമ്മൾ ഈ വീടൊക്കെ പണയം വെച്ചും പിടിച്ചുമാണ് ഇത് ഓരോന്നോരോന്ന് കുറെ കടം വാങ്ങി മക്കളുടെ കാര്യങ്ങൾ തന്നെ ചൊവ്വ പോകുന്നില്ല. ഇതുകൊണ്ട് ഇറങ്ങിയതിന് ശേഷം ഈ കപ്പൽ കളഞ്ഞതിന് ശേഷം നിങ്ങളുടെ കുടുംബമൊക്കെ പട്ടിണിയിലാണ്. അതായത് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയും. ഇത് ഞങ്ങൾ കൊണ്ടുപോകുന്ന സാധനം കീറി കിടക്കുന്നു. നമ്മളെങ്ങനെ പോകും? ഇനിയിപ്പോ രാത്രി 25 ആണെങ്കിലും ഇവിടെ കാണും ഇതിന്റെ അടുത്ത് പണിക്ക്. അതായത് ഈ കാണുന്ന ലക്ഷങ്ങൾ വിലയുള്ള വലയും ഉപകരണങ്ങളും ഒക്കെ കേടുപാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആ ഉണ്ടായ ഒരു കപ്പൽ ദുരന്തത്തിന് ശേഷം ഇവരുടെ ജീവിതം നിങ്ങൾ വറുതിയിൽ ജീവിക്കണം. വറുതിയിൽ തന്നെ ജീവിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ കൂടെ നമ്മൾ എന്താ പറയുക, അവരുടെ അടുത്ത് എന്ത് പറഞ്ഞാൽ അവർ മനസ്സിലാക്കുക. ഇത്രയും കാലമായി ഈ കപ്പൽ വന്ന് ഇവിടെ ഇങ്ങനെ വല മുറിഞ്ഞ് എത്രയും ഇതിപ്പോൾ നിങ്ങൾ ആദ്യത്തെ അല്ലല്ലേ അവരാരെല്ലാം വന്ന് തിരിഞ്ഞു നോക്കിയോ? ഒരു മനുഷ്യർ, ഒരു MP ആയിരുന്നാലും MLA ആയിരുന്നാലും ഒരു മന്ത്രി ആരായിരുന്നാലും പഞ്ചായത്തുകാരായിരുന്നാലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഇവരുടെ അടുത്തൊക്കെ എന്ത് പറയാൻ നമ്മൾ അറിയിച്ചോ? ഇവരെയൊക്കെ അവരെയൊക്കെ അറിയിക്കുന്നുണ്ട്. അവരെല്ലാം അറിയുന്നുണ്ട്. അവരെല്ലാം അറിയുന്ന അവരറിയാതെ ഉറങ്ങിക്കിടക്കുന്നതിനെ നടത്താൻ പറ്റില്ല. ഉറങ്ങാത്തവരെ നടത്താം. ആ രീതിയിലാണ് അവരെല്ലാ കാര്യം അറിയുന്നത്. ഈ സ്ഥലം നമ്മളിപ്പോൾ നിൽക്കുന്നത് മേൽവെട്ടൂർ ആശാൻമുക്കിലാണ് ഉള്ളത്. ഈ ആശാൻമുക്കിൽ ഇവർ ഏകദേശം 25ഓളം പേര് ഈ വലയുടെ കേടുപാടുകൾ തീർക്കുന്ന ജോലിയിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട്. ഇതിന് എത്ര ദിവസം എടുത്താൽ ഈ കേടുപാടുകളൊക്കെ തീർത്ത് ഇത് ഇനിയും 15 ദിവസം ഇത് എത്ര ദിവസമായി നിങ്ങൾ ഈ പണിയൊക്കെ ആരംഭിച്ചിട്ട്? ഇതിപ്പോ ഒരു 4 ദിവസമായി. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവുന്നു? പ്രതീക്ഷയില്ല. നമ്മള് പ്രതീക്ഷിക്കാത്ത സാധനമിലേക്ക് വന്ന് കടലിൽ കിടക്കുന്നു. ഇന്നിവിടെ നമ്മളെ നാട്ടിലെ ഒരു ശരി, ഇപ്പോ പ്രകൃതി ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുന്ന സ്വാഭാവികം. പക്ഷെ നിങ്ങളെ പരിഗണിക്കേണ്ട ആൾക്കാർ ഒന്ന് പരിഗണിച്ചില്ല, ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ടില്ല. അവർ വന്ന് നോക്കണ്ടേ? വന്ന് നോക്കിയാലേ അന്വേഷിക്കാൻ പറ്റുമോ? അവർ വരണ്ടേ? അവർ വന്നിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. അവരറിയാത്ത കണക്കൊക്കെ പോവുകയാണ്. ഒരു സമയത്ത് 2018 പ്രളയം ഉണ്ടായപ്പോഴൊക്കെ നിങ്ങൾ വാഴ്ത്തപ്പെട്ടവരായിരുന്നു. നിങ്ങൾ കേരളത്തിന്റെ സൈന്യമായിരുന്നു. എല്ലാവരും ഞങ്ങൾ എല്ലാവരും അവരെ സഹായിക്കാൻ വേണ്ടി. ഇപ്പൊ അവർക്ക് ആവശ്യമില്ല. ഈ പ്രളയം വരട്ടെ, അപ്പൊ അവര് വരും. സൈന്യവും ഞങ്ങൾ കേരളത്തിന്റെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റവരാണ് മറിച്ചാണ് അവർ വരും. എന്തെങ്കിലും ഒരു കടലിലൊരു ദുരന്തം ഉണ്ടായാൽ നിങ്ങൾ വേണം. ആരുമില്ല. നമ്മള് വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടൊരുമില്ല. അവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി ആയിരുന്നാലും ശരിയാണ്, ആരായിരുന്നാലും പ്രതിപക്ഷ നേതാവ് എല്ലാവരും കണക്കില്ല. ഒരു മനുഷ്യരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവർ സമയം വരും, വർത്തമാനം പറയുമ്പോൾ വോട്ട് കുത്തി കോട്ടുള്ളൂ. അതോടെ പോയി. നമ്മളെ വർക്കല മേഖലയിൽ 50-ൽ പുറത്ത് വള്ളങ്ങളുണ്ട്. 1.5 വാടം വിട്ട് ഓരോരുത്തരുടെ 5-6 വലകൾ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം നഷ്ടപ്പെടുന്ന ഒരു വള്ളക്കാരനക്ക് 10 ലക്ഷം, ചിലപ്പോൾ 5 ലക്ഷം, 6 ലക്ഷം രൂപ, 15 ലക്ഷം രൂപയുടെ നഷ്ടങ്ങൾ വരെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ഒരു മുതലാളിയാരെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. വട്ടിപ്പലിശയ്ക്ക് വരെ നമ്മളെടുത്താണ് ഇത് പിറ്റെന്നും ഇറക്കിപ്പോയി നമ്മളെ മക്കള് പട്ടിണിയില്ല കഴിയാനും വേണ്ടി ചെയ്യുന്നതാണ്. ഒരു ഗവൺമെന്റ് പോലും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് നമ്മൾ മാത്രമല്ല പറയുന്നത്, ഈ മേഖലയിൽ എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളാണ്, വള്ളക്കാരുടെ കാര്യങ്ങളാണ്. ഇന്ന് നമ്മളിവിടെ ഒരു കരമടി വിട്ടു, അതിൽ ആ മൊത്ത സാധനവും നഷ്ടപ്പെട്ടു പോയി. ഈ അവിടെ സ്ഥിരം ബലവിടുന്ന സ്ഥലമാണ്. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് അവർ കൊണ്ടുവിട്ട് കംപ്ലീറ്റ് മുറിഞ്ഞു വിട്ടു. കടലിലാണ്, അല്ല വേറെ ഒന്നുമില്ല. കംപ്ലീറ്റ് മുറിഞ്ഞു വിട്ടു. അവിടെ ഇന്നിപ്പോ പണി തീർന്നാണോന്ന് അറിയില്ല. നാളെയും വരും ആ പണി. ആ ഇട്ടുണ്ട് പോയി അവര്
ഈ വർക്കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന മേഖലയാണ് വെട്ടൂര്. ഈ വെട്ടൂരുള്ള നിങ്ങൾക്കൊക്കെ കൂടുതലും മത്സ്യബന്ധന ജോലികൾ മാത്രമാണ് നിങ്ങൾക്കറിയാം, മറ്റു ജോലികളൊന്നും അറിയില്ല. നിങ്ങൾ ആകെ വിഷമത്തിലാണ് അല്ലേ? നമ്മൾ ഏകദേശം 10-18 വർഷം കൊണ്ട് നിത്യമായിട്ട് പോകുന്ന തൊഴിലാണ്. നമ്മൾ പോയി ഇതിപ്പോൾ ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നൈറ്റ് തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം ഇതെങ്ങനെയെങ്കിലും തീർത്ത് നമുക്ക് ഉപജീവനത്തിന് പോകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നിൽക്കുന്നത്. ഏകദേശം 5 മണിയായപ്പോഴത്തേക്ക് ആളുകളെല്ലാം പോയി, നമ്മൾ തൊഴിലാളിമാരെല്ലാം പോയി. ഇപ്പോൾ ആശാമ്പുര പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക. ഇത് നമ്മളിപ്പോൾ വേറൊരു വല കെട്ടുന്ന അടുത്ത പുള്ളി വന്നേക്കുന്നത്, ആശാൻ വന്നേക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് വീണ്ടും ഇന്നിപ്പോൾ നൈറ്റ് ഉണ്ടെങ്കിൽ നൈറ്റിന് പോകും. ആ ഒരു അവസ്ഥയല്ല നമ്മളിത് ഈ നിൽക്കുന്ന ഫുൾ എല്ലാവർക്കും നമുക്കിത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഗവൺമെന്റ് നിങ്ങൾക്ക് മാത്രം എത്ര ലക്ഷം രൂപ നഷ്ടം? നമുക്ക് മാത്രം ഏകദേശം ഏകദേശം ഈ ഒരു വല ഏകദേശം 7 ലക്ഷം രൂപ കൂടുതലായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വീട്ടിൽ ഇറക്കിയേക്കുന്ന കാര്യം തന്നെ വേറൊരെണ്ണം നമ്മൾ സ്ഥിരമായിട്ട് മാറ്റുന്ന സ്ഥലത്ത് ഷെഡിനകത്ത് കിടക്കുക, അവിടെ സൗകര്യമില്ലാത്തത് കൊണ്ടും പൈസ ഇല്ലാത്തത് കൊണ്ടും ഇത് ചെയ്യാൻ വേണ്ടി ഇല്ലാത്തത് കൊണ്ടുമാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടിറക്കിയേക്കുന്നത്. ഇനി എത്ര നാൾ പിടിക്കും നിങ്ങളുടെ ജീവിതം പൂർവ്വസ്ഥിതിയിലെത്താൻ? അതായത് നേരത്തെ നിങ്ങൾ ജീവിച്ചിരുന്ന പോലെ അന്നന്ന് ജോലിക്ക് പോയാണല്ലോ നിങ്ങളൊന്ന് കുടുംബമൊക്കെ നോക്കിയത്. ഇനി ആ ഒരു രീതിയിൽ ഈ കടമൊക്കെ തീർത്ത് എത്ര നാളെടുക്കും നിങ്ങൾ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ? പറയാൻ പറ്റൂല. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് പറയാൻ പറ്റൂല. കാരണം എന്താ പറയാ, നമ്മൾ കടലിൽ കൊണ്ട് പോയിട്ട് തിരിച്ച് മുതൽ കൊണ്ട് നല്ല രീതിയിൽ കൊണ്ട് വരാമെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. അതായത് ഇവർ പറയുന്നത് ഈ ഒരു കപ്പൽ അപകടം ഉണ്ടായതിനു ശേഷം ലോൺ എടുത്തും ഇവരൊക്കെ വാങ്ങിക്കൂട്ടിയ ഈ ലക്ഷങ്ങൾ വിലയുള്ള വല ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നീട് അങ്ങോട്ട് നഷ്ടങ്ങളുടെ കഥകൾ മാത്രമാണ് പറയാനുള്ളത് അല്ലേ? നഷ്ടങ്ങൾ. ഇപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇവിടുത്തെ ബന്ധപ്പെട്ട പഞ്ചായത്ത് വാർഡ് മെമ്പർ മുതൽ പ്രസിഡന്റ് മുതൽ MLA മുതൽ MP ആരും ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ട് പറയുന്നത് തീരദേശത്തെ ആളുകൾ നമ്മുടെ മുത്താണ്, അവർക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു, കോടികൾ ചെലവഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇത്രയധികം ആളുകൾ എന്തായാലും കള്ളം പറയില്ല. ഇവർ ഇതിലും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു, ഞങ്ങളിവിടെ എത്താൻ വൈകിയത് കൊണ്ടാണ്. 25ഓളം ആളുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ ഇത്രയും പണിയെടുത്തിട്ട് ഒരാൾ പോലും ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു വാക്ക് പറഞ്ഞില്ല അല്ലേ? ഒരു വാക്കും വന്ന് അന്വേഷിച്ച പോലും ഇല്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഈ കപ്പൽ സംബന്ധിച്ച് 1000 രൂപ 6 കിലോ അരിയും അവർ തന്നു. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 6 കിലോ അരിയും 1000 രൂപയും ഇവരുടെയൊക്കെ വീട്ടിൽ തന്നെ പല വീടുകളിലും 10ഉം 15ഉം ആളുകളൊക്കെ ഉള്ള വീടുകളാണ് അല്ലേ? പറയുമ്പോഴേ എല്ലാ കാര്യവും പറയണമല്ലോ. ബുക്കുള്ളവരൊക്കെ 1000 രൂപയും 6 കിലോ അരിയും തന്നു. ഏതായാലും വലിയ വേദനയിലാണ് ഇവർ. ഇവരുടെ ഈ വേദനയിൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കുമെങ്കിലും വേണം ഇവിടുത്തെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ആളുകളും ഒക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ക്യാമറമാൻ അനീഷ് മംഗളത്തിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.